നമ്മുടെ റെജി പാഷ് അമേരിക്കയിൽ ചെന്ന് അവിടെ ആയിരിക്കുന്നല്ലോ. കുടുംബമായിട്ടവരെയും ഈ ദിവസം കർത്താവ് ബലപ്പെടുത്തട്ടെ. ബിജോയ് പാഷ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിലത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പുതുതായിട്ട് കടന്നു വന്നു പറഞ്ഞാൽ അത് ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ ബാച്ചിലറായിരുന്നു. ഇപ്പോൾ ഫാമിലിയായിട്ട് ഫ്രീസറോ ബാച്ചിലർ പോയി ഫാമിലിയായിട്ട് കടന്നു വന്ന കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും കുടുംബജീവിതം ഒരു വലിയ സ്ട്രഗിള് ജീവിതമായ കാലങ്ങളിൽ അത് കേൾക്കുന്നതിന് പേടിയല്ലേ. ഫ്രീസറോ അല്ലെങ്കിൽ എന്നാലും ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളൊക്കെ മെഡിക്കൽ ജീവിക്കുന്നവരാണല്ലോ. ഈ മെഡിക്കൽ സയൻസ് നോക്കിയാൽ ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ചേരും ഇല്ലേ. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ചേരും. എന്നാൽ കുടുംബജീവിതത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര അടി നടക്കും. ഒരാൾ നെഗറ്റീവ്, ഒരാൾ പോസിറ്റീവ് ഇല്ലേ. ഒരാൾക്കൊന്നും ഇഷ്ടമല്ല. അതായി കുടുംബത്തിൽ നടക്കുമ്പം സയൻസിന് വിരോധമായിട്ട് കുടുംബത്തിൽ നെഗറ്റീവ് പോസിറ്റീവാണ് തീർച്ചയായും കാണും. നിങ്ങൾ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നതാ, രണ്ട് ഫലത്തിൽ വന്നതാ, എങ്ങനെയാണെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് കാണും. ഒരാൾക്ക് ഒന്നിഷ്ടമാണെങ്കിൽ ഒരാൾക്ക് വേറൊന്നും ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെ ഇതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യും? അന്നേരം ആണ് നമ്മുടെ സ്വഭാവം അറിയുന്നത്. പ്രൈസറോ, നിങ്ങൾ എത്ര മെഡിക്കൽ ടെക്നോളജി പഠിച്ചാലും നിങ്ങൾ നോക്കിയാൽ അത് ചേരില്ല. പ്രൈസറോ, അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിന് നടുവിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം. പ്രൈസറോ, പരിശുദ്ധാത്മാവ് അവിടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ചേർന്നതുപോലെ കുടുംബപരമായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ചേരും. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണമെങ്കിൽ ഈസി അല്ല. പ്രൈസറോ, നിങ്ങൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് എന്നും നടക്കണം. ഇവരോട് പറഞ്ഞിട്ട് മറ്റുള്ളവരും കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. യു മസ്റ്റ് കൺഫേം ആയിരിക്കണം എന്നോട് കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത്. പ്രൈസറോ, നമ്മളങ്ങ് പറഞ്ഞാൽ പോരാ, അതിന് റൂട്ടുണ്ട്. ഫാമിലി ലൈഫ് ഈസ് നോട്ട് ആൻ ഓട്ടോമാറ്റിക് ബട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്. നിങ്ങൾ തുടങ്ങിയ അന്ന് മുതലാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങളുടെ പുറകെ ഈ കുടുംബത്തെ തകർക്കാൻ ഒരുത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓർത്തോണം, ഫസ്റ്റ് പ്രിഫറൻസ് എവിടെ കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അതങ്ങനെ തന്നെ എല്ലാവരും കൊടുക്കുന്ന പറയുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ പ്രെയർ ലൈഫ് സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ പ്രെയർ ലൈഫ് സ്ട്രോങ് അല്ലെങ്കിൽ ഒരിക്കലും പ്രൈസറോ ശരിയാകട്ടെ. നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രസംഗം പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ. ഒരു മണിക്കൂറിൻ്റെ ഇപ്പോഴാണ് എളുപ്പമാണ്. വളരെ ടെക്നോളജി എല്ലാം എടുത്തിട്ട് ഒരു മണിക്കൂർ കയറി പ്രസംഗിച്ചിട്ട് കൈ അടിച്ചിട്ട് പോകും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു മണിക്കൂർ ഒരു ദിവസം ഈ തിരക്കുള്ള പട്ടണത്തെ നടുവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. കൈ പൊക്കിക്കുന്നില്ല, കൈ പൊക്കിയാൽ കുഴപ്പമാകും. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം ദൈവസന്നിധിയിൽ വേർതിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ യു കാനോട്ട് ടേക്ക് വിക്ടറി അപ്പോൺ ഈവിൾ. ശത്രുവിൻ്റെ മേൽ നിങ്ങൾക്ക് ജയമെടുക്കാൻ പറ്റില്ല. അത് ബൈബിളാണ് പറയുന്നത്. ഞാൻ ആ വിഷയമല്ലാത്ത അവിടേക്ക് കയറുന്നില്ല. വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് വളരെ വ്യക്തം. ഒരു മണിക്കൂർ ഞാൻ യൂത്ത്സിനൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭയങ്കരമായിട്ട് എന്നാ പറയുന്നത്, നല്ല രീതിയിൽ ടാലൻ്റൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. നല്ല പ്രോഗ്രാം ചെയ്യുന്നവരാണ്. ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, ഹൗ ലോങ് ടൈം യു വിൽ പ്രേ? അവർ എന്നോട് പറയും 15 മിനിറ്റ്, 10 മിനിറ്റ്. എനിക്ക് തോന്നുന്നത് രക്ഷിക്കപ്പെട്ടെന്നും അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ പോലും ഒരു 20 മിനിറ്റ്സിന് മേളിലോട്ട് പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസ് യൗവന കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു ഒരു 3% ഞാൻ കണ്ടിട്ടുള്ളൂ. 2-3%. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പുറകെ നടന്നിത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഒരു സെൻസസ് നടത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ കൈ പൊക്കിക്കാത്ത നിങ്ങൾ പേഴ്സണലായിട്ട് വന്നാൽ വലിയൊരു ഇരിപ്പുണ്ടാവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ
ചിലപ്പോൾ ഒരു 2% കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 1 മണിക്കൂറിന് മുകളിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വൈഫുമായിട്ട് ഒരു ഇടത്ത് ചെന്നപ്പം അവിടെ ഒരു മോനെ കണ്ടു. അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐ തിങ്ക് അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ, എനിക്ക് പിള്ളേരെ കണ്ടോണ്ടേ ഞാൻ അവരെ ഇങ്ങനെ അവരുടെ അടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ എല്ലാം പറഞ്ഞു ചോദിച്ചു, നീ എത്ര സമയം പ്രാർത്ഥിക്കും? അവനോട് പെട്ടെന്ന് പറഞ്ഞു, അങ്കിൾ ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കുമെന്ന്. എനിക്ക് മനസ്സിലായി ടൂപ്പടിച്ചതാണ്. കാരണം എന്നെ സ്റ്റക്കായിപ്പോയി. 6ാം ക്ലാസ് പഠിക്കുന്നവനാ. അപ്പം ഞാൻ അമ്മ വിളിച്ചു ചോദിച്ചു, ഇവൻ പൊളി അടിച്ചതാണോ? അവിടെ പറഞ്ഞു, അല്ല പാസ്റ്ററെ, അവൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ അവനെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ എന്നെങ്കിലും ഉന്നത നിലവാരത്തിൽ, ഒരുപക്ഷെ ഒരു സ്പർജനെ പോലെയോ ഒരു ഉന്നത നിലവാരത്തിൽ വരും. കാരണം ദൈവത്തിന് വേണ്ടി 6ാം ക്ലാസ് പഠിക്കുന്നവൻ 2 മണിക്കൂർ നിൽക്കുമെങ്കിൽ പിന്നെ മുന്നോട്ട് വരുമ്പോൾ അവൻ സ്ട്രോങ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറ്റുമോ നമുക്ക്? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ സഭയോട് ഞാൻ പറയാം, പ്രാർത്ഥന സ്ട്രോങ് ആക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന സ്ട്രോങ് ആക്കണം. പ്രൈസ് ദി ലോർഡ്. പറ്റുമോ? ഞാൻ യൂത്ത്സിനോട് ചോദിക്കുക, കുഞ്ഞുങ്ങളോട് ചോദിക്കുക. ഒരു 30 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, യൂത്ത്സ്, പ്രൈസ് ദി ലോർഡ്, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരോട് 30 വയസ്സിന് താഴെയുള്ളതെന്ന് കൈവയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. Under 30, how long time pray? 1 hour. പ്രൈസ് ദി ലോർഡ്. ഞാനിന്ന് 35 വീട്ടിലോട്ട് പോകാത്തത് നിങ്ങൾക്ക് പ്രയാസമാകില്ലെന്ന് കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, പാസ്റ്റർമാർ എൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ സങ്കടത്തോടെ പറഞ്ഞു, പാസ്റ്റേ, ഞാൻ പാസ്റ്ററാണ്, പക്ഷേ ഈ വിധത്തിൽ പ്രാർത്ഥന എനിക്കില്ല. ഞാനൊരു കാര്യം പറയാം, നമുക്ക് സാത്താനെ ജയിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടില്ലേ? 35, 40, 45 നിൽക്കുന്ന എപ്പിൽ, ഇവിടെ UK തന്നെ സംഭവിക്കുന്നു. നിൽക്കുന്ന എപ്പിൽ ശത്രു തട്ടിത്തളഞ്ഞുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈസി ആയിട്ട് എടുക്കരുത്. നിങ്ങൾ നിശ്ചയമായും ഒരു എൻഡിങ്ങിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാഗൽഭ്യത്തോടെ പറയണം, ആമേൻ, ഗോഡ് ഈസ് വിത്ത് മീ, ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് മീ. എത്ര പേർക്ക് ഇന്ന് പറയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നതാ, അതാണ് നമ്മുടെ പ്രാഗൽഭ്യം. കാര്യം വി ആർ സ്റ്റാൻഡിങ് ദ ബാറ്റിൽ ഫീൽഡ്. യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞായറാഴ്ച വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല പ്രോഗ്രാം നടക്കും. നടക്കില്ല. പ്രാർത്ഥനാ മുറിയിലാണ് ശത്രുവിൻ്റെ മേജയമെടുക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ആമേന് സ്തോത്രം പറയാൻ പറ്റുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞോണം. ആമേൻ. ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ലൈഫ് നിങ്ങൾ ഒന്ന് ശക്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പം ആ ഒരു വാക്യം മാത്രം വായിച്ച് അതല്ല എൻ്റെ വിഷയം പ്രാർത്ഥനയെക്കുറിച്ച്, എങ്കിലും അതിന് വേദോസ്തവത്തിലുള്ള ഒരു വാക്യം ക്ലിയർ ചെയ്തിട്ട് ഞാൻ അടുത്ത ലെവലിലേക്ക് പോകാം. നിങ്ങൾ വായിച്ചു മർക്കോസിന് വിശേഷം, പ്രത്യേകിച്ച് ഫാമിലിയിലോട്ട് വന്നവർ, മാർക്ക് ചാപ്റ്റർ 14:37. മർക്കോസ് അതിൻ്റെ 14:37 വായിച്ചാട്ടെ. അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട് ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക സിസ്റ്ററെ, ഒരു നാഴിക എത്ര ഉണ്ടോ? മലയാളം വായിക്കുന്നതുകൊണ്ട് അറിയത്തില്ല. ഇംഗ്ലീഷുകാരിരുന്നോണ്ടാണ് പറയുന്നത്. പറയണ്ട, ഇംഗ്ലീഷ് ബൈബിളുകാർ പറയണ്ട. ഒരു നാഴിക എത്ര? എന്നാ കാര്യം? നമ്മളിത് ഒരു നാഴിക നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്വേഷിക്കത്തുള്ളൂ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് വായിച്ചേ. ആൻഡ് ഹീ സ്ലീപ്പിംഗ്. Simon, are you sleeping? Could you not watch 1 hour? Praise the Lord. ഇവിടെ ഉണ്ടല്ലേ. Could you not watch 1 hour? Praise the Lord. പറയാ, 1 മണിക്കൂർ നിനക്കൊന്ന് പ്രാർത്ഥിക്കരുതോ? ഫോർ വാട്ട്? നെക്സ്റ്റ്, വാച്ച് ആൻഡ് പ്രേ ദാറ്റ് യു ഡു നോട്ട് എൻ്റർ ഇൻ ടു ടെംപ്റ്റേഷൻ. എന്ന് പറഞ്ഞാൽ, പത്രോസേ, ഞാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നിനക്കറിയാമോ,
സാത്താൻ കോതമ്പ് പോലെ പാറ്റാൻ എന്ത് ചെയ്തു? എന്നോട് ചോദിച്ചതാ. പക്ഷെ എനിക്കറിയാം അന്നേരം കൊടുത്താൽ അവൻ എടുത്തിട്ട് പാറ്റും. അവിടെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ കൊടുത്തില്ല. പക്ഷെ എന്നാ വൈ ആം ഗോയിങ്, ഞാൻ പോവാ. ഇനിയും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, ഞാനിവിടെ ഇല്ല. ഇനിയും നിനക്ക് സാത്താൻ്റെ മേൽ ജയം വേണമെങ്കിൽ നീ മിനിമം എന്ത് ചെയ്യണം? 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ദൈവസന്നിധി ശക്തമായി പ്രാർത്ഥിക്കണം. ഇഫ് യു നോട്ട് വാച്ച് 1 hour, you cannot take victory upon evil. സാത്താൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റത്തില്ല. അവിടെ അങ്ങനെ ഇരിക്കുന്നത്, യു ഡു നോട്ട് എൻ്റർ ഇൻ ടു ടെംപ്ടേഷൻ. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പ്രസംഗിക്കുന്ന ഞാനാണേലും പ്രസിഡൻ്റ് ആണേലും ഏതൊക്കെ വലിയ പുള്ളിയാണേലും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ, അതെങ്ങനെയാണോ നിങ്ങൾ അരമണിക്കൂർ മുമ്പിലോ എന്ന് തീരുമാനിച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിരുന്ന് എത്ര അന്യഭാഷ പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എത്ര കൈയടിച്ച് പാടിയാലും അവൻ ദൈവവചനം പറയുന്നു, യു കാനോട്ട് ടേക്ക് വിക്ടറി അപ്പോൺ ഈവിൾ. പിശാച് വിടുട്ടിയിലും കൊണ്ടൊന്ന് ഒതുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയണം, 1 മണിക്കൂർ മിനിമം പ്രാർത്ഥിച്ചോണം. ആമേൻ. ഡിഗ്രിയൊക്കെ കിട്ടുന്നത് നല്ലതാ, നല്ല ജോലിയും കിട്ടുന്നത് നല്ലതാ, സമയമില്ലെന്നും പറഞ്ഞ് പോകരുത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, നീ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. ഒരു സ്തോത്രം പോലുമില്ല. നല്ലതാ, നിങ്ങൾ ഹൃദയത്തിൽ എത്തിച്ചേ. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഇന്നു മുതൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അവനിവിടെ കടന്ന് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ശത്രു കയറി അറ്റാക്കാക്കും. പ്രൈസ് ദി ലോർഡ്. അത് വരാതിരിക്കാൻ പത്രോസിനോട് പറഞ്ഞ വാക്ക് പറയാം, വാച്ച് ആൻഡ് പ്രേ. പ്രൈസ് ദി ലോർഡ്. അമ്മേ, ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇതെല്ലാ കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ, തിരിച്ചറിവ് ഒരു 12 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ അരമണിക്കൂർ വെച്ച് തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളെ 5 വയസ്സുള്ള കൊച്ചൊക്കെ ആണെങ്കിലും ഒരു 15 മിനിറ്റ്സ് തുടങ്ങി പ്രാർത്ഥന ലൈഫ് വേണം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവ് നമുക്ക് തുണ നിൽക്കും. ഹല്ലേലൂയ. അത് ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് അടുത്ത ചിന്തയിലേക്ക് പോകാം. ആമേൻ. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ആമേൻ. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. അതിന് 3 കൂടെ ചേർന്നൊന്ന് വായിച്ചേ. 3-ാം വാക്യം കൂടെ ചേർന്ന് വായിച്ചു. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്, വെറുതെയോ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ആര് സമ്മതിപ്പിച്ചു? സാത്താൻ ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വിഷയമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം അറിയുന്ന വിഷയമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ഇപ്പോൾ ദൈവം അനുവദിക്കുന്ന വിഷയം, ദൈവജനത്തിനെ ദൈവം അനുവദിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം കാണിച്ച് ഞാനതിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഇത് പഴയ നിയമം. ഇയ്യോബ് ഇവിടെ പറയുക, ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കുക. ആര്? നേരുള്ളവൻ, പിന്നെ നിഷ്കളങ്കൻ, ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോടടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ എങ്ങനെ വീഴിക്കണമെന്ന് കണ്ട് സാത്താൻ ഊടാടി സഞ്ചരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത്, നീ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുക. ഊടാടി സഞ്ചരിച്ചാൽ ആരെ നോട്ടമിടുന്നത്? ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരുന്ന സാക്ഷിയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ, അവൻ നോട്ടം ഇട്ടിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പഴയ നിയമത്തിലൂടെ വരുമ്പോൾ ഇതിന് ദൈവത്തിനടുത്ത് വന്നപ്പോൾ ദൈവം അവനെ കൺഫൈൻ ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ മുമ്പിൽ നമ്മെ
കൺഫേം ചെയ്യാൻ, നീ നീതിമാനാണെന്ന് ഉറപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കും, അനുവദിക്കും. പക്ഷേ ഒരു കാര്യം, ഉറപ്പുണ്ടേലേ കൊടുക്കത്തുള്ളൂ. മുമ്പേ വിട്ടുകൊടുക്കാത്തൊരുത്തൻ്റെ കാര്യം പറഞ്ഞു. ആരെയാ? തൊട്ടു മുമ്പ് പറഞ്ഞേ, പത്രോസ്. കാര്യം കൊടുത്താൽ എന്തു പറ്റും? പോമെന്നറിയാം, അതുകൊണ്ട് കൊടുത്തില്ല. എന്നാൽ ഇവിടെ നല്ല ഉറപ്പാണ്, ഇവൻ ഉറച്ചു നിൽക്കും. കാരണം പഴയ നിയമത്തിൽ അവൻ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത് പ്രമാണമനുസരിച്ച, ലോ അനുസരിച്ച. അപ്പം ലോ അനുസരിച്ച് നിൽക്കുമ്പോൾ, ലോ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവനെ ആര് കീപ്പ് ചെയ്യും? ദൈവത്തിന് സംരക്ഷിച്ച് അവനവന് സർട്ടിഫൈ ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് ഉടയ്ക്കാനാണ് സാത്താൻ ഇവിടെ വന്നത്. സാത്താൻ വന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, അവനോട് പറഞ്ഞു അവനുള്ളതിനെയൊക്കെയും ഒന്ന് തൊടാൻ. നിങ്ങൾ അവിടെ മനസ്സിലാകുന്നുണ്ട്, അവൻ്റെ കന്നുകാലി പോകുന്നു, അവൻ്റെ സമ്പത്ത് പോകുന്നു, അവൻ്റെ മക്കൾ വരെ പോകുന്നു. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല യാഗം കഴിക്കുന്ന വ്യക്തിയാണ്. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും അവരുടെ പാർട്ടി കഴിയുമ്പോഴും ഈ ഇയ്യോബ് അവർക്ക് വേണ്ടി യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കും. പക്ഷേ സാത്താൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ പ്രാർത്ഥന ഇവിടെ ഫലിച്ചില്ല, മക്കൾക്ക് ഫലിച്ചില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാ, പക്ഷെ അവരെ കൂടെ എന്ത് ചെയ്യണം? ഹലോ അവരെ കൂടെ ഒന്ന് ശക്തമായി പ്രാർത്ഥിപ്പിക്കണം. അവർ നോക്കണം. വേദപുസ്തകത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ബാല്യത്തിലെ തഴച്ചു വളരുന്ന തൈകൾ പോലെ, അല്ലേ? ബാല്യത്തിലെ തഴച്ചു വളരുന്ന തൈകൾ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബാല്യത്തിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ നമ്മൾ തഴയ്ക്കാൻ എന്താ കൊടുക്കുന്നത്? സ്തോത്രം. 7 മണിക്ക് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ തട്ടി ഉണർത്തി ബൂസ്റ്റ് കൊടുക്കും. മോനെ പിടിച്ചേടാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിപ്പിച്ച് ബൂസ്റ്റ് കൊടുത്തിട്ട് ഇവൻ്റെ ആടി ഇരുന്ന് കുടിച്ചേച്ച് പുറകോട്ടങ്ങ് മലക്കും. പ്രീസലോ. എന്നാ കാര്യം? മോൻ ക്ഷീണിക്കരുത്, നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ വണ്ണം ഇത് കൊടുക്കും. പക്ഷേ അവനെ തട്ടി ഉണർത്തി, മോനെ നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറയുമോ? ഇല്ലെന്നേ. അത് നമുക്ക് സെക്കൻഡറിയാ. പക്ഷേ വേദപുസ്തകം പറയുന്നത് ബാല്യത്തിൽ എങ്ങനെ തടയ്ക്കണം? ദൈവവചനത്തിൽ തഴയ്ക്കണം, ദൈവവചനത്തിൽ ശക്തമാകണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറ എവിടെ ചെന്നാലും ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗസ്തി അറിയാമല്ലോ, ഞാനാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വിഷയമുണ്ട്. കർത്താവേ, ഇവർ വലുതായി കഴിഞ്ഞ് അവർ നമ്മളെക്കാട്ടിലൊക്കെ ആകുമല്ലോ, ജോലി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ മനസ്സുകൊണ്ടെങ്കിലും പറയണം, എന്നോട് പറഞ്ഞില്ലെങ്കിലും, ഡാഡി അല്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തത്, ഞങ്ങളുടെ കർത്താവാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ സക്സസ്സായി. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലായോ? ഞാനെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ സക്സസ്സായി. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ കൈപ്പിടിയിലല്ലാതെ അവർ പോകും കുറച്ച് കഴിയുമ്പോൾ. പ്രൈസലോ. എനിക്ക് എത്തിപ്പിടിക്കാത്തത്. ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞിന് അമ്മേനൊരു, ഞങ്ങളുടെ മോനുണ്ടല്ലോ ജെറോം, അവന് പനി വന്ന ഉടനെ അമ്മ വരും, അപ്പം വരും, വല്യമ്മ വരും, എല്ലാവരും വരും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലുതായി ഇപ്പം കിടക്കുക, ഞങ്ങൾ പലരെ ഏച്ചെത്താം, നിങ്ങളുടെ അപ്പൻ എങ്ങനെ വരും? അമ്മ എങ്ങനെ വരും? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്തൊരിടത്തേക്ക് പോകേണ്ട ഒരു കാലമുണ്ടാകും. പക്ഷെ അന്ന് അവർ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ധൈര്യത്തോടെ പറയാം, നിങ്ങൾക്ക് സ്വത്രം പറഞ്ഞിരിക്കാം, ദൈവം അവരെ കൈവിടത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ മക്കൾ എന്നെ കൊണ്ടേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാത്തടത്ത് അവർ ഫെയിലറാകും. എന്നാൽ ദൈവത്തെ കൊടുക്കാമോ, അവരെവിടെ ചെന്നാലും ദൈവത്തോട് ചേർന്നിരിക്കും. ആമേൻ. ഉറപ്പായിട്ട്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് കൊടുക്കുമ്പോൾ ചോദിക്കും, എന്താ പ്രാർത്ഥിക്കാത്തത്? ഞാൻ പിള്ളേർ ചോദിക്കും, മോനെ എന്താ പ്രാർത്ഥിക്കാത്തത്? 15 മിനിറ്റ് ഈ സീനിയേഴ്സ് പിള്ളേരുടെ ഇരിക്കുന്നുണ്ടല്ലോ, ചോദിച്ച് മാസങ്ങളെ 15 മിനിറ്റ്. ഞാൻ ചോദിച്ചാൽ എന്താ 15 മിനിറ്റ് ഇരിക്കുന്നേ? അവർ ചോദിക്കുന്ന ചോദ്യം ഇതാ, അങ്ങളെ എന്താ പ്രാർത്ഥിക്കുന്നേ? 15 മിനിറ്റുള്ളിൽ ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അങ്ങളൊന്ന് പറഞ്ഞതാ. എന്താ കാര്യം? ഞങ്ങളുടെ പപ്പ പഠിപ്പിച്ചത്, കൊച്ചിലെ മോനെ നമുക്ക് നല്ലൊരു വീടില്ല, പ്രാർത്ഥിക്കണേ. ഞങ്ങളിത് പ്രാർത്ഥിച്ചു, വീട് കിട്ടി. പപ്പ പ്രാർത്ഥിച്ചു, പപ്പായ്ക്ക് ജോലിയില്ല, പ്രാർത്ഥിക്കണേ, പപ്പായ്ക്ക് ജോലി കിട്ടി. മമ്മി പറഞ്ഞു മമ്മിക്ക് പ്രമോഷൻ കിട്ടണമെന്ന്, പ്രമോഷനും കിട്ടി. പിന്നെ പറഞ്ഞ കാറ് വേണമെന്ന്,
കാറ് കിട്ടി, പിന്നെ പറഞ്ഞ കമ്പ്യൂട്ടർ വേണമെന്ന്, കമ്പ്യൂട്ടർ കിട്ടി. പിള്ളേർ ഇപ്പം ഇരുന്ന് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വിഷയമില്ല. സ്തോത്രം, ശരിയല്ലേ? അവർ നോക്കിയിട്ടെല്ലാം ഉണ്ട്, ഇല്ലേ പക്ഷേ? അവർ നോക്കിയിട്ടെല്ലാം ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഫെയിലിയർ പറ്റിയത്. ഹല്ലേലൂയ. കൊച്ചിലെ മുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ കിട്ടാൻ പ്രാർത്ഥിച്ച് എല്ലാമായി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കിയപ്പോൾ ഒന്നുമില്ല. ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് പറയാം, കിട്ടാനല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്. പിന്നെന്തിനാണെന്നറിയാമോ? കുഞ്ഞെ, നീ പ്രാർത്ഥിക്കേണ്ടതിനാണെന്നറിയാമോ? ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. കർത്താവാണ് പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്ന്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറയും? കർത്താവാണ് പറഞ്ഞത് പ്രാർത്ഥിക്കണം. കുഞ്ഞേ, നീ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അമ്പാനി ആയാലും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ വലിയവർക്ക് ഒരു സ്തോത്രം? ഞാൻ ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം പറഞ്ഞുതരാം. ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്നറിയാനെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ പ്രാർത്ഥിക്കാതിരുന്ന ഇയ്യോബിൻ്റെ തലമുറ സാത്താൻ്റെ അടിമേടിച്ചു. ഇപ്പോൾ ഇതേ സാത്താൻ അവനെ തകർത്ത് കളഞ്ഞു. ഇനി ഇയ്യോബുണ്ട്, ഭാര്യയുമുണ്ട്, ഇയ്യോബിൻ്റെ ശരീരവുമുണ്ട്. ഹല്ലേലൂയ. അതിനും അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ ചെയ്യുന്നത് പിന്നെയും ചെന്ന് അനുവാദം മേടിച്ചു. ഇപ്പം ഇവിടെ ചെയ്യുക, രണ്ടാമത് എന്ത് ചെയ്യുക? ദൈവം അനുവദിക്കുകയാണ്. ആരെ? ഇയ്യോബ് നിലനിൽക്കുമെന്ന് കണ്ട് അനുവദിക്കുകയാണ്. അനുവദിച്ചപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, കാണുന്നു, വായിച്ചേ, അതിന് 7-ാമത്തെ വാക്യം വായിച്ചേ. 7-ാമത്തെ വാക്യം. സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ആര് ബാധിച്ചെന്ന്? പരുക്കളാൽ. ആര് ബാധിച്ചെന്ന്? ആര് ബാധിച്ചു? സാത്താൻ ബാധിച്ചെന്ന്. ഏവത്തെ ബാധിച്ചെന്ന്? അവൻ്റെ ശരീരത്തെ ബാധിച്ചെന്ന്. അപ്പോൾ പറ്റുമോ? സാത്താനിൻ്റെ ശരീരത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. രോഗം കൊണ്ടുവരുന്നത് സാത്താനാ. പ്രൈസ് ദി ലോർഡ്. പല രോഗങ്ങളുടെ പിന്നിൽ ആരുടെ വർക്കുണ്ട്? അതിനവിടെ എഴുതിയിരിക്കുന്ന ബാധിച്ചെന്നാ. ബാധിച്ചു. ചില രോഗമെല്ലാം ബാധയാ. അതുകൊണ്ട് രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് എന്നാ പറഞ്ഞത്? നിന്റെ രോഗം മാറിയെന്നല്ല, ബാധ മാറിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സത്യത്തിൽ അവള് രോഗമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. വൈദ്യന്മാർ മുഴുവൻ കാശ് കൊണ്ടുപോയി. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ ഓർത്തോടെ, ഡോക്ടർമാരൊക്കെ നല്ലതാ, എല്ലാ മരുന്നും ഫലിക്കത്തില്ല, ചികിത്സ ഫലിക്കത്തില്ല. അതിന് പിന്നി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ദൈവവചനം മാത്രമേ എൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ അവകാശമാ. അവൻ ഇവിടെ അങ്ങ് ബാധിച്ചു, ശരീരം മുഴുവനും വ്രണം കൊണ്ടങ്ങ് ബാധിച്ചു. ഇയ്യോബിന് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ ഇയ്യോബ് ഈ അടിയെല്ലാം കൊള്ളുമ്പോൾ, ഈ പ്രശ്നമെല്ലാം കൊള്ളുമ്പോൾ ഇയ്യോബിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്ന് കൊള്ളുക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാണ് പഴയ നിയമത്തിൻ്റെ പ്രശ്നം. ഹല്ലേലൂയ. പഴയ നിയമത്തിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇയ്യോബിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇയ്യോബ് കൊള്ളുന്ന അടിയെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാമായി ടെസ്റ്റിങ്ങാ. പക്ഷെ ഇയ്യോബ് എല്ലാം അടി മേടിക്കുമ്പോൾ ഇയ്യോബ് വേദനയോടെ പറയുക, എന്തുകൊണ്ടാ എനിക്കിത് സംഭവിച്ചെന്നറിയാമോ? അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. 9-ാം അധ്യായം, ഹല്ലേലൂയ. അതിന് 9-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 32-33 വായിച്ചു. 32-33. ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവൻ എന്നെ പോലെ ഒരു മനുഷ്യനല്ലോ. മനുഷ്യനല്ലല്ലോ. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനില്ലല്ലോ. ഈ പഴയ നിയമത്തിൽ ഇയ്യോബിന് വന്ന ഇത് മുഴുവനും ഇയ്യോബ് മേടിച്ചോണ്ടിരുന്നതിന് കാര്യമെന്നറിയാമോ? അവൻ തന്നെ പറയുക, ഞങ്ങളുടെ ഇടയിൽ എന്തില്ല?
ഒരു മധ്യസ്ഥനില്ല. ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ മേൽ ജയം വാങ്ങിത്തരുമായിരുന്നു. നമ്മൾ സ്വോത്രം പറയേണ്ട കാര്യം എന്നറിയാമോ? ഈ പുതിയ നിയമത്തിലേക്ക് വരുന്ന നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പിശാചി വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആത്മാവി സ്വോത്രം പറഞ്ഞ് ആരാധിക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്കൊരു മധ്യസ്ഥനുണ്ട്, എന്നെ വിട്ടുകൊടുക്കാതെ ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ എടുക്കണ്ട. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന എനിക്ക് കോട്ടയാണെന്ന് ഉറപ്പുള്ള എത്ര പേര് വിടിയിരിപ്പുണ്ട്? അവര് ആത്മാർത്ഥമായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് ആ വചനം വിശ്വസിച്ചുകൊണ്ട് പറയണം, ആമേൻ, ഞാൻ പഴയ നിയമത്തിൽ നിൽക്കുന്നവനല്ല, പിന്നെയോ ആമേൻ, എനിക്കൊരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അവൻ പറയാ എനിക്ക് മധ്യസ്ഥനില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ഇതെല്ലാം മേടിച്ചു. പക്ഷെ ഒരു കാര്യം, അവൻ നീതിമാനായതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ്റെ സമയം ഒരു ടൈം അവന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സാത്താനോട് പറഞ്ഞു, കഴിഞ്ഞോ നിന്റെ പരിപാടി, നീ നിന്റെ വഴിക്ക് പോക്കൂ, നിങ്ങൾ പിന്നെ നോക്കിയാൽ അറിയാം. അവൻ നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം അവൻ മടങ്ങ് എത്ര ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു. ഹല്ലേലൂയ. അവൻ അങ്ങനെ പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റിൽ അവന് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, അവന് സാത്താനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, പ്രതിരോധിക്കാൻ പറ്റിയില്ല. രണ്ട്, അവൻ അതുകൊണ്ട് എന്ത് ചെയ്തു? അവന് അവസാനം ഇരട്ടിയായ ദൈവം കൊടുത്തു. എന്താ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൺസെപ്റ്റ് മൊത്തം അങ്ങ് മാറുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണമേ, നമുക്കാരുണ്ട്? ഒന്ന് പറഞ്ഞേ, എനിക്കൊരു മധ്യസ്ഥനുണ്ടെന്ന് പറഞ്ഞേ. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തിച്ചൊന്ന് പറഞ്ഞേ, എനിക്കൊരു മധ്യസ്ഥനുണ്ടെന്ന് ഒന്ന് പറയാൻ നോക്കിക്കേ. ഹല്ലേലൂയ. അങ്ങനെയും ഒന്ന് ചിരിക്കട്ടെ നിങ്ങൾ മുഖമൊക്കെ. അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ സീരിയസ് ആയിട്ടൊക്കെ അങ്ങ് ഇരിക്കുക, നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മധ്യസ്ഥൻ, അവൻ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. അപ്പം രണ്ടാമത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ, ഒരു വാക്യം വായിക്കാം. എടുത്തു വായിച്ചു 2 കൊരിന്തി 12:7 വാക്യം. 2 കൊരിന്തി. അപ്പോൾ ഇവിടെ ഈ യോബിനെ പരീക്ഷിച്ചതുപോലെ ഒരു ടെസ്റ്റ് വേറെ ഒരാൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. 12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. മനസ്സിലായോ? ആരാണ് പാർട്ടി? ആർക്കാ കൊടുത്തെന്നറിയാമോ? ആർക്കാ? പൗലോസിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരിക. ഇയ്യോബിന് കൊടുത്ത പോലെ തന്നെ ഇപ്പം ആരെ വിട്ടുകൊടുത്തിരിക്കുക? സാത്താനെ കൊടുത്തിരിക്കുക. സാത്താൻ്റെ ദൂതൻ വന്ന് എന്ത് ചെയ്യണം? ഈ പൗലോസിനെ കുത്തണം. അവൻ പറയും, എന്താ കാരണം? എന്താ കാര്യം? പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞ റെവലേഷൻ നല്ലവണ്ണം ഉള്ളവനാ. ഭയങ്കരമായി പ്രാർത്ഥിക്കും, ഭയങ്കരമായ വെളിപ്പാട് കാണും, ദർശനങ്ങളുള്ളവനാ. അവൻ അങ്ങനെ 3-ാം സ്വർഗം വരെ പോയി. എവിടെ വരെ പോയി? 3-ാം സ്വർഗം. ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ പോയേ? ശരീരം കൂടാതെ. എന്താ കാര്യം? ഈ പൗലോസ് തന്നെ പറയുന്നുണ്ട്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ. അപ്പൊ മാംസം രക്തത്തിന് എവിടെ പോകാൻ പറ്റത്തില്ല, പോകാനൊക്കത്തില്ല. അപ്പൊ എങ്ങനെയായിരിക്കും പോയത്? അവൻ്റെ അകത്തെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യന്. അവനെ പറയുന്നുണ്ട്, പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. ഇവൻ 3-ാം സ്വർഗത്തോളം ചെന്നു. അപ്പം വെളിപ്പാടുകൾ അവിടെ നടന്നതെല്ലാം കണ്ടവനാ. അവൻ നിഗളിച്ചു പോകാൻ ആർക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി, ഇവൻ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെ പറഞ്ഞു വിട്ടു? സാത്താൻ്റെ ദൂതൻ. അപ്പം സാത്താനെ എന്ത് ചെയ്തിരിക്കുക? അനുവദിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്തിന്? ഇവൻ നിഗളിക്കാതിരിക്കാൻ. ചിലർ നമ്മളൊക്കെ എഴുന്നേറ്റ് എന്ന് പൗലോസിനെ പോലെ പറയുന്നുണ്ട്, എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു, ആ പൗലോസിനെ പോലെ തന്നിരിക്കുക. പൗലോസിന് കൊടുത്ത ശൂലമല്ല കേട്ടോ നമുക്ക്.
ഹല്ലേലൂയ. കാരണം ഇവിടെ പൗലോസ് ഇത് കണ്ടപ്പോൾ ഈ കുത്ത് കിട്ടിയപ്പോൾ 2 ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. 2 ചിന്ത. ഒന്നാമത്തെ ചിന്ത, അവൻ നാച്ചുറൽ സാത്താൻ വരുത്തിയതാണ് ഈ രോഗങ്ങളെന്ന് പറയുന്നത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ പാപം, ശാപം, രോഗം. പാപത്തിൻ്റെ മേൽ ആര് ജയമെടുത്തു? ഒന്ന് പറയുന്നേ. ജയമെടുത്തു. രോഗത്തിൻ്റെ മേൽ ആര് ജയമെടുത്തു? പ്രൈസലോ. ശാപത്തിൻ്റെ മേൽ ആര് ജയമെടുത്തു? അടുത്ത ചോദ്യം, പാപത്തെ മുഴുവൻ നീക്കിയോ? രോഗത്തെ മുഴുവൻ നീക്കിയോ? ശാപത്തെ മുഴുവൻ നീക്കിയോ? കാൽവറിയിൽ ശാപത്തെ നീക്കുകയാണോ ചെയ്തേ? അല്ല. പിന്നെന്താ ചെയ്തേ? ജയമെടുക്കുക. അപ്പോൾ ശാപത്തിൻ്റെ മേൽ ജയമെടുത്തു. പക്ഷെ ശാപത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. പ്രൈസലോ. രോഗത്തിൻ്റെ മേൽ ജയമെടുത്തു. രോഗത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. പ്രൈസലോ. ആമേൻ ആമേൻ. പാപത്തിൻ്റെ മേൽ ജയമെടുത്തു. പാപത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഈ പ്രസൻസ് ഉള്ളിടത്താ നമ്മളെ ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രസൻസ് ഉള്ളിടത്താ വീണ്ടെടുത്ത നിന്നെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രസൻസിന്റെ അറ്റാക്ക് എവിടെ ഉണ്ടാകും? ആമേൻ, നമ്മളിലേക്കുണ്ടാകും. പാപത്തിന്റെ അറ്റാക്ക്. ആമേൻ, ഇവിടെ പറയുന്നത് പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ. പക്ഷേ കർത്താവ് പറഞ്ഞില്ല ഞാൻ അതിനെ ജയം തരാന്നല്ല പറഞ്ഞത്, നീ അതിനോട് എതിർക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യമുണ്ട് എതിർക്കാൻ? ഹല്ലേലൂയ. അപ്പോൾ പാപം അതിൻ്റെ പ്രസൻസ്, രോഗം അതിൻ്റെ പ്രസൻസ്, ഹല്ലേലൂയ, ശാപം അതിൻ്റെ പ്രസൻസ്. ഇവിടെ ഇയ്യോബിന് ഇത് വന്നപ്പോൾ സാത്താനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളിരിക്കുന്ന പോലെ ഇരിക്കുക. നമ്മളിരിക്കുന്ന പോലെ. കർത്താവേ, ഞാൻ പുഴുവ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനിതാ അടി മേടിച്ചോളാമേ എന്നും പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ അലൗഡല്ല. എന്നാ കാര്യം? 1, പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ. 2, പുതിയ നിയമത്തിൽ അവൻ നമുക്ക് എന്ത് തന്നിരിക്കുക? പരിശുദ്ധാത്മാവെന്ന ശക്തി ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ എഫേസ്യ ലേഖനം 6:10 തോന്നുന്നു. എഫേസ്യർ 6:10 വായിച്ച്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 10:6 6:10. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഒടുവിൽ കർത്താവിലും വായിച്ചേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും. 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആരോട് പറയുക? ആരോട് പറയുക? ഇയ്യോബിനോട് പറഞ്ഞില്ല. പിന്നെ ആരോടാ പറയുന്നേ? നമ്മോട് പറയുക. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. എന്തിന്? അടുത്തത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ. ഇനി അവിടെ തുടരാൻ സമയം നിൽക്കത്തില്ല. എന്തിനാ നിൽക്കേണ്ടത്? എതിർത്ത് നിൽക്കാൻ സർവായുധ വർഗം നമ്മുടെ മേൽ തന്നിരിക്കുക. അപ്പോൾ പുതിയ നിയമത്തിൽ ഈ സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, 1, അവൻ നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്നു. 2, നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ മേൽ എന്ത് തന്നിരിക്കുന്നു? പരിശുദ്ധാത്മാവെന്ന ശക്തി. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലം ശക്തി നമ്മുടെ തന്നിരിക്കുന്നു. 3, അവൻ നമുക്ക് എന്ത് തന്നിരിക്കുന്നു? സർവായുധ വർഗം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് 3 കാര്യം തന്നേച്ച് ദൈവം നമ്മോട് പുതിയമത്തിൽ പറയുന്നത്, ഇയ്യോബ് ഇരുന്ന പോലെ ഇരിക്കരുത്, ഇവൻ എടുത്തിട്ട് അമ്മാനം അടി വെച്ച് പോകും. നീ എന്തോ ചെയ്യണം? നീ അതിനെ അറ്റാക്ക് ചെയ്യണം. എത്ര പേർക്ക് ഇതിന് ദിവസങ്ങളിൽ അതിനുള്ള ബലം പ്രാപിച്ചവരുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ, അതിന് നീ വെറുതെ ഇരുന്ന പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് സർവായുധ വർഗം എന്തൊക്കെയാന്ന്. ഇരുവായത്തുള്ള വാളെടുത്ത് വെട്ടാൻ തയ്യാറാകണം. എന്തിനാ? ഞങ്ങളൊക്കെ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങളിത് റിസീവ് ചെയ്ത് സ്വത്രം പറയണമെന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? അതൊരു അറ്റാക്കാ. യുദ്ധം നടക്കുമ്പോൾ, ഹല്ലേലൂയ, യോശുവ അവൻ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവൻ പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം ഒന്നിച്ചാർത്തിട്ടുകൊണ്ടിരിക്കും. എന്നാ കാര്യം? യുദ്ധത്തിന് ജയം അവിടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, 1, നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവനോട് പോരാടാൻ പറ്റത്തുള്ളൂ. പോരാടിയില്ലെങ്കിൽ ശത്രു നമ്മളെ തകർത്ത് കളയും.
ഇയ്യോബിന് അത് കിട്ടിയില്ല. ഇയ്യോബിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൻ്റെ ലോ അനുസരിച്ച് അവൻ പൊക്കോണ്ടിരുന്ന അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനവരുടെ ഒന്ന് അങ്ങ് ഇരുന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഇരട്ടിയായിട്ട് കൊടുത്തു. പക്ഷെ നമ്മൾ പോരാടിയില്ലെങ്കിൽ നമുക്ക് ലഭിക്കത്തില്ല. രണ്ടാമത് ഇയ്യോബിന് കൊടുത്തതുപോലുള്ള ഇരട്ടിയല്ല നമുക്ക് കിട്ടുന്നത്. എല്ലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇപ്പം ഞാനിപ്പം പറയുക നിങ്ങളുടെ നന്മകളൊക്കെ ഇരട്ടിയായി വരാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിന്ന് കൈയടിക്കും. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ കൺസെപ്റ്റ് ഇല്ല കേട്ടോ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് കൺസെപ്റ്റ് വരുമ്പോൾ അവൻ ഇവിടെ കൊടുത്ത പോലെ ഇരട്ടിയൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഓരോരുത്തരെയൊക്കെ ഉണ്ടാക്കി വിടുന്ന പോയതില്ല. കോടികൾ 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 ആസ്തി അവർ നഷ്ടപ്പെട്ടു പോയാൽ രക്ഷിക്കപ്പെട്ടാൽ 50 കോടി പോയവൻ 50 കോടി കൊടുക്കാമെന്ന് പുതിയ നിയമത്തിൽ നിയമമൊന്നുമില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, നിനക്ക് നല്ല വീട് പാർക്കാം, നിനക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നിനക്ക് നല്ല വണ്ടിയെ നടക്കാം, നിനക്ക് ബെസ്റ്റായത് നടക്കാം. എന്നാൽ അതിനപ്പുറത്തോട്ടുള്ളത് ആമേൻ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിലുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരുമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 കോടി രൂപ ഉണ്ടാക്കിയാൽ ദൈവത്തിനൊരു എതിരുമില്ല. എന്തില്ല? ഇല്ല. പെന്തിക്കോസ്തുകാർ ഉണ്ടാക്കൂ. 100 കോടി ഉണ്ടാക്കുന്ന ദൈവത്തിന് എതിരൊന്നുമില്ല. പക്ഷെ 100 കോടി പോയാൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ തിരിച്ചു കിട്ടത്തുമില്ല. സഹോദരം, അയ്യോടാ അതെന്താ? ആന്നു. പിന്നെ എത്രയും കിട്ടും? നിന്റെ ജീവിതത്തിന് സുഖമായി ജീവിക്കാനുള്ളതിൽ കൊണ്ടുവന്ന് മിനിമൈസ് ചെയ്യും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിന് പറയാം 100 കോടി ഒന്നും വേണ്ട നിനക്ക് ജീവിക്കാൻ, നിനക്ക് എത്ര വേണം? പക്ഷേ 100 കോടി നീ ജോലി ഉണ്ടാക്കിയോ ദൈവത്തിനെതിരില്ല. പക്ഷേ പോയാൽ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഞാനങ്ങ് ഇരിക്കുക, സമയം പോയി. ഫ്രീസലോ പണ്ടും അങ്ങനാ. ഫ്രീസലോ മന്ന വെറുക്കാൻ വിട്ടു. മന്ന വെറുക്കാൻ എന്നിവിടെ ഉണ്ടോ നിങ്ങൾ? മന്ന വെറുക്കാൻ വിട്ടപ്പോൾ പറഞ്ഞ് മിനിമൈസ് ചെയ്താ വിട്ടെ. എടാ ഇത്രേ നീ പെറുക്കാവും. പക്ഷേ ചില പുള്ളി നമ്മുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ, ഞാൻ നോക്കട്ടെ, ശരിക്കൊരു പെറുക്കങ്ങ് പെറുക്കി. എന്താ പറ്റി? ഏതാ ക്രമീകരിച്ചത്? എക്സ്ട്രാ എടുത്തതേ ക്രമീകരിച്ചുള്ളൂ. സ്തോത്രം. തിന്നാനുള്ള ക്രമീകരിച്ചോ? ഇല്ല. എക്സ്ട്രാ എടുത്തത് ക്രമീകരിച്ചു. അപ്പം അതിനർത്ഥം അങ്ങനാണെങ്കിൽ പെറുക്കിയപ്പം വേണ്ടേ കർത്താവ് നോ പറയാൻ? പെറുക്കിയപ്പം നോ പറഞ്ഞോ? ഇല്ല, പെറുക്കിയോടാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് വ്യത്യാസം നോക്കിയപ്പം അപ്പോൾ പെറുക്കിയാനെതിരില്ല, പുഴുത്തു പോയപ്പോൾ ദൈവം എന്ത് ചെയ്തില്ല? ഞാൻ ചോദിക്കട്ടെ, മന്ന അങ്ങനെ പുഴുത്തു പോകുമോ? ഇല്ല. എത്ര ദിവസം വേണേലും ഇരിക്കും. കാര്യം പട്ടണത്തിനകത്തോട്ട് നോക്കി, അവിടെ എന്നാ ഉണ്ടായിരുന്നു? മന്ന ഉണ്ടായിരുന്നു. എത്ര വർഷം വരുമെന്ന് അറിയാമോ? പുഴുത്തില്ല. പക്ഷേ അവൻ അനുസരണക്കേട് വന്നപ്പോൾ ഇതാ സംഭവിച്ചത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ നിയമത്തിൻ്റെ പ്രസംഗം കേട്ടച്ചിരുന്ന് നിങ്ങൾ കൈയടിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ന്യൂ ഇയറിനൊക്കെ പറയുമ്പോൾ അടുത്ത ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് കൊട്ടയ്ക്കകത്താക്കിയേക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്. നല്ല വചനം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രയാസം. അപ്പം മിണ്ടത്തില്ല. നിങ്ങളിവിടെ ഇങ്ങനെ ആഞ്ഞു തുള്ളിയാനെ ഇപ്പം നിങ്ങൾക്ക് കോടി കിട്ടാൻ പോകുന്നു, ഇവിടുത്തെ 2-3 വീട് എഴുതി തരാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ കൈയടിക്കുമെന്ന്. പക്ഷേ എൻ്റെ കുഞ്ഞെ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആരും സ്വതന്ത്രം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം, അവൻ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും പട്ടിണി വരുത്തുന്ന ദൈവമല്ല. അല്ലറിയ. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് അവൻ വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ സമയത്തും അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഇതിന് നമുക്കൊരു പ്രതിയോഗിത ഇപ്പുണ്ട്, നമ്മുടെ നന്മകളെ ഉടച്ചു കളയാൻ. ഹല്ലേലൂയ. അവൻ അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു. ആ പൗലോസിൻ്റെ അവിടെ നിർത്തുക, ബാക്കി പിന്നെ ഞാൻ പറയാം. ഹല്ലേലൂയ. പക്ഷേ അനുവദിക്കുമ്പോൾ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ഒരു ശക്തി നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുക. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിൽ നിന്റെ നന്മയോട് ശത്രു പോരാടാൻ വന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ അതിൻ്റെ മേൽ വരണ്ട, നിന്റെ ശക്തി കൊണ്ട് തന്നെ നീ അതിൻ്റെ മേൽ ജയമെടുക്കണം. ഹല്ലേലൂയ. എൻ്റെ വചനം കൊണ്ട് നീ എൻ്റെ മേൽ ജയമെടുക്കണം. ഞാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുകയാ എന്ന് പറഞ്ഞാൽ ദൈവ പൈതലിൻ്റെ നന്മയുടെ മേൽ അവൻ അവകാശം പറയാൻ ദുഷ്ടന് പറ്റത്തില്ലെന്ന് ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞു നോക്കിക്കേ. നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ നീ അവകാശമെട്. നിന്റെ ബുദ്ധിയുടെ മേൽ നീ അവകാശമെട്. നിന്റെ പണത്തിൻ്റെ മേൽ അവകാശമെട്. എൻ്റെ നന്മ എൻ്റെ കയ്യിലാന്ന് പറഞ്ഞ് പോരാടാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ അത് നിന്റെ കരത്തിലിരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പായിട്ടിരിക്കും. എത്ര പേർക്ക് അതിന് കഴിയും? ഇല്ല എങ്കിൽ ഒരു ശത്രു നമുക്ക് പോരാടി നടക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അനുവദിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇയ്യോബിന് മിണ്ടാൻ കഴിയാതിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം മൗനമായിരിക്കും. പക്ഷേ നമ്മോട് പറയാം അടിച്ചോളാൻ. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേച്ച് ഞാനിപ്പോൾ അങ്ങ് ഇരിക്കുക. എക്സാമ്പിൾ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്കറിയാം എസ്തറിൻ്റെ കാലത്ത് ഹാമാനെന്നും പറഞ്ഞു ഒരുത്തം പൊങ്ങി. ഹാമാൻ പറഞ്ഞു യഹൂദന്മാരെ മുഴുവനും തകർത്ത് കളയാൻ. ഹാമാൻ എന്തെഴുതി? രേഖ എഴുതി മേടിച്ചു. പക്ഷേ എസ്തർ കവണ്ട് വീണ് അഗസ്തോസിനോട് പറഞ്ഞു, എന്നെയും എൻ്റെ ജനത്തെയും നീ വിറ്റ് കളഞ്ഞതെന്ത്? എല്ലാവരും അവസാനം നമുക്കറിയാം ഹാമാനെ കഴുകുമരത്തിൽ തൂക്കി കഴിഞ്ഞപ്പോൾ എസ്തർ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഹാമാനെ തൂക്കപ്പെട്ടുള്ളൂ, പക്ഷേ രാജമുദ്ര കൊണ്ട് അവനൊരു രേഖ എഴുതി വെപ്പിച്ചിട്ടുണ്ട്. ഇന്ന മാസം ഇത്രാം തീയതി യഹൂദന്മാരെ മുഴുവനും കൊന്നു മുടിച്ചു കളയുവാൻ അവനൊരു മുദ്ര വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രേഖ നിൽക്കുന്നിടത്തോളം കാലം എന്നെയും എൻ്റെ ജനത്തെയും ഈ ജാതി മുഴുവനും കൊന്നുകളയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? രേഖ മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അഗസ്തോസ് രാജാവിൻ്റെ മുദ്ര കൊണ്ട് ഒരു രേഖ എഴുതി വെച്ചാൽ അത് മാറ്റാൻ ഒരുത്തിനും കഴിയത്തില്ല. അതിന് പകരം എന്ത് ചെയ്യാം? ഞാൻ വേറൊരു രേഖ എഴുതാം. നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവനെ നീ തിരിച്ചങ്ങ് അറ്റാക്ക് ചെയ്യാൻ തക്കവണ്ണം നിനക്കൊരു രേഖ എഴുതി തരാം. അവസാനം യഹൂദന് രേഖ എഴുതി വെച്ചു. ഇന്ന മാസം ഇത്രാം തീയതി യഹൂദന്മാരെ അറ്റാക്ക് ചെയ്യുന്നവനെയല്ല, യഹൂദന്മാർ അവർ സകല ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് കൊന്നുമുടിച്ചോളാൻ ഒരു രേഖ എഴുതി വെച്ചു. അങ്ങനെ ആ രേഖയുടെ മേൽ അവൻ ജയമെടുത്തു. അങ്ങനെങ്കിൽ ആമൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ രേഖ എഴുതി മാറ്റി നമ്മുടെ നന്മകൾക്കെതിരെ പോരാടി നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഇന്നും ഇവിടെ ഉണ്ട്. ശാപശക്തി ഇവിടെ ഉണ്ട്, രോഗശക്തി ഇവിടെ ഉണ്ട്. നീ വെറുതെ ഇരുന്നാൽ നിനക്ക് ജയം കിട്ടത്തില്ല. കർത്താവ് കാൽവറിയിൽ അതിൻ്റെ മേൽ ജയമെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇനി വരണ്ട, ഈ ശക്തി നിന്റെ ശരീരത്തിൽ ഞാൻ തരികയാ. ഈ ശക്തി കൊണ്ട് നീ പോരാട്. ശത്രു തോറ്റുപോകും. വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ വല്ലവരും ഒന്ന് സ്വോത്രം പറയാമോ? നിങ്ങളൊന്ന് സ്വോത്രം പറഞ്ഞ് ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് ഇരിക്കുക. നിങ്ങളുടെ ഹല്ലേലൂയ അല്പസമയം അവസാനം ഒന്ന് കേൾക്കട്ടെ. ഞാൻ ആത്മാവി പറയാം, പോരാടണം. ആത്മാവി പോരാടണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. രോഗം നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ നന്മ പോയിട്ട് കാര്യമില്ല. പ്രശ്നത്തിന് പ്രശ്നം വന്നിട്ട് കാര്യമില്ല. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വാ തുറന്ന് പറ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ രോഗബന്ധനത്തെ, എൻ്റെ പൈശാചിക തടസ്സങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ. ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ലെന്ന് അല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ലെന്ന്. പക്ഷെ ഒരു കാര്യം വേദത്തിൽ പറയുന്നു, യൗവനക്കാരാ, നിങ്ങളുടെ യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അടുത്തത് അല്ല, ദുർദിവസങ്ങൾ വരുമെന്ന്. വന്നില്ല, പക്ഷെ വരുന്നതിന് മുമ്പ് പറയുക, നീ വരുമെന്നറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചോളാൻ. ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ട, എനിക്കില്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഒരു കാര്യം, വരുമെന്നറിഞ്ഞു വേണം ആരാധിക്കാൻ. ഹല്ലേലൂയ. അതിനാ നമ്മൾ എല്ലാം വന്നിട്ട് ആരാധിക്കാൻ ഇരിക്കരുത്. അവർ വരുന്നതിന് മുമ്പേ വരും. ഞങ്ങൾ പാർക്കുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എത്ര കുടുംബങ്ങൾ തകരുന്നു, യൗവനക്കാർ തകരുന്നു, കുടുംബങ്ങൾ തകർന്നു പോകുന്നു. ഈ പ്രശ്നങ്ങൾ അവിടെ ഉള്ളതിന് ഞങ്ങൾ എക്സെപ്ഷൻ അല്ല. ഇത് ഞങ്ങൾക്ക് വരാതിരിക്കാൻ ഞങ്ങൾ ഞായറാഴ്ച വന്ന ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പകൽ എത്ര പേർക്കുണ്ട്? അവരുടെ വായൊന്ന് തുറന്ന് അല്പസമയം ഞാൻ അവസാനിപ്പിക്കുക, ഒന്ന് സ്തുതിച്ചാട്ടോ. ഇനി അല്പസമയം ആരാധിക്കാൻ നിങ്ങളുടെ കയ്യിലോട്ട് സ്വത്രം പറയാൻ തരിക. എൻ്റെ പ്രസംഗം കഴിഞ്ഞില്ലേ? ഇയ്യോബിനെ പോലെ ഇരുന്നാൽ നിനക്ക് പുതിയ നിയമത്തിൽ ജയം കിട്ടത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമല്ല, ദൈവം തന്നെ അധികാരം ഉപയോഗിച്ച് ഇന്ന് പകൽ നീ ജയമെട. ആത്മാവി പറ, എൻ്റെ നന്മയെ തൊടാൻ ദുഷ്ടന് അവകാശമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ.
കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നന്മയുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. പക്ഷേ ഇങ്ങനല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ ദുർദിവസങ്ങൾ മുമ്പിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്ന് പ്രൊക്ലെയിം ചെയ്തേ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറ, വചനം അയച്ചുകൊണ്ട് വെട്ടിപ്പറ. അവൻ പോരട് അവൻ ശത്രുവോട് പോരടിച്ചുകൊണ്ട് പറ, എൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവ്, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശക്തി, ഞാൻ ജയമെടുത്തുകൊണ്ട് ഈ ദേശത്തിൻ്റെ മേൽ ഞാൻ ജയമെടുക്കുന്നു പറ. എല്ലാവരും അല്പസമയം ഒന്ന് സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. everybody please stand. ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒന്ന് ഒരു നിമിഷം. കുഞ്ഞുങ്ങൾ പാടാൻ എഴുന്നേറ്റ് വന്നതുകൊണ്ടോ ഞാൻ പെട്ടെന്ന് അതിലേക്ക് നിങ്ങൾ എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞ്, ഒരു നിമിഷം സ്തോത്രം പറഞ്ഞ്. നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് ഒരു പ്രയാസവുമില്ല. ആവശ്യത്തിന് പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ദുർദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഭവം വരികയാ. അത് നിന്റെ ഭവനത്തിൽ വരാതിരിക്കാൻ കണ്ണുകളടച്ച് എല്ലാവരും അല്പസമയം ദൈവത്തെ ഉയരത്തിലേക്ക് നോക്കുന്നു സ്തുതിച്ച്. ഹല്ലേലൂയ. ആമേൻ. പാടാൻ വരട്ടെ. ഒരു നിമിഷം എല്ലാവരും കാണാം. Everybody close your eyes and praise to everybody. Close your eyes and praise to the Lord. Everybody, amen. Even the children, close your eyes and praise to the Lord. ആമേൻ. കുഞ്ഞുങ്ങളെ നിങ്ങൾ വിചാരിക്കരുത്, ആമേൻ, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. Everybody close your eyes and praise to the Lord. Everybody close your eyes and praise to the Lord. എല്ലാവരും പറയാം, അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാ, കുഞ്ഞുങ്ങളെ, ആമേൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദിവസം, പിടികിട്ടാത്ത ദിവസം വരും. ആമേൻ. ശത്രു ആമേൻ അറ്റാക്ക് ചെയ്യുന്ന ദിവസം വരും. ആമേൻ. ദൈവം അത് അനുവദിക്കുമ്പോൾ നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് അല്പസമയം നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. മൈക്കിന്റെ ശബ്ദമല്ല, ആമേൻ, ഓർഗന്റെ ശബ്ദമല്ല, നിങ്ങളുടെ ശബ്ദം, വിശ്വാസയുടെ ശബ്ദം. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ യുവർ മൗത്ത്. നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? നിങ്ങളുടെ ദൈവത്തെ അല്പസമയം സ്തുതിക്കാൻ നിങ്ങളുടെ നാവൊന്ന് ചലിക്കട്ടെ എന്നേ. ആമേൻ. നിങ്ങൾ പറഞ്ഞ് ജയമെടുക്കുക. നിങ്ങളുടെ വിഷയത്തിന് മേൽ പറഞ്ഞ് ജയമെട. ആമേൻ. കുഞ്ഞുങ്ങൾ വിചാരിക്കും, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യം നിലനിൽക്കാൻ പറഞ്ഞ് ജയമെട. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി നിലനിൽക്കാൻ പറഞ്ഞ് ജയമെട. നിങ്ങൾക്ക് പണമുണ്ടല്ലോ, പണം നിലനിൽക്കാൻ പറഞ്ഞ് ജയമെട. ആമേൻ. നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് ജയമെട. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളെല്ലാവരും സ്വത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച്. ആമേൻ. അവരോട് പറഞ്ഞ്, ഇന്ന് പകൽ നമ്മൾ ആരാധിക്കാൻ വന്നവരാ, ദൈവത്തെ സ്തുതിക്കാൻ വന്നവരാ. ഹല്ലേലൂയ. തകർന്നു പോകുന്നതിന് മുമ്പ് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകട്ടെ. ആത്മമണ്ഡലം ഇവിടെ തുറക്കട്ടെ. അല്പസമയം ആത്മാവ്, ആമേൻ, ആത്മമണ്ഡലത്തിലേക്കൊന്ന് കയറി ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകട്ടെ. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ആനന്ദം വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ.